സ്കൂൾ അടച്ച് അവധി കിട്ടിയതോടെ ശിവാനി ഭയങ്കര ബിസി കേട്ടോ. ശിവാനിയുണ്ട്, കൂട്ടുകാരിയുണ്ട്. രണ്ടുപേരും ഭയങ്കര കളിയാണ്. ഇതെന്നാ സംഭവം ചോദിച്ചാൽ പറഞ്ഞ് കൊച്ചിന് പനിയായിട്ട് ആശുപത്രി വന്ന ഒരാൾ ഡോക്ടറാണ്. അപ്പം കൊച്ചിന് ഡ്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ തൂമ്പായൊക്കെ എടുത്ത് ഒരു കമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊച്ചിന് ഡ്രിപ്പ് ഇട്ട് കിടത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ നല്ല പഴുത്ത ഏത്തയ്ക്ക വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പം നിവ്യ പറഞ്ഞ് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഏത്തയ്ക്കാപ്പം. അങ്ങനെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് പെട്ടെന്ന് കളി മാറി. പിന്നെ രണ്ടുപേരും കോളേജിൽ പോവുക, കൊച്ചിനെ അവിടെ എങ്ങാണ്ട് മാറ്റിയിട്ട്. അതിനിടയ്ക്ക് ശിവാനി എന്തോ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കമായിട്ട് അവിടെ കുനിഞ്ഞു കുത്തി ഇരിപ്പുണ്ട്. നിവ്യ അന്നേരത്തേക്ക് ഏത്തയ്ക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുക. ഏത്തയ്ക്ക മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുക. നല്ല രസമുണ്ട് വേഗം ഒച്ച കേൾക്കാനായിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുമ്പം രണ്ടുപേർക്കും ഓരോ പിള്ളേർ, രണ്ടുപേരും പിള്ളേരെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയതെന്നാണ് പറഞ്ഞത്. ചോദിച്ചപ്പോൾ കളി ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ഏത്തക്കാപ്പമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ, പഴംപൊരി. ഞാൻ ജിമ്മിൽ പോകാൻ സമയമായിരുന്നു. അപ്പോൾ എനിക്ക് 2 ഏത്തക്കാപ്പം എടുത്ത് ഒരു ഇച്ചിരി ചായ എടുത്ത്. ഞാൻ കുറച്ച് ചായ കുടിച്ചുള്ളൂ. ഏത്തക്കാപ്പം 2 കഴിച്ചു, വിശന്നായിരുന്നു. പിന്നെ ശിവാനിയും കൂട്ടുകാരി അനിയത്തിയും എല്ലാവരും കൂടെ ചായ കുടിയും പരിപാടിയൊക്കെ ആയിരുന്നു. എനിക്ക് സമയം പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. എനിക്ക് ജിമ്മിലേക്ക് പോകാൻ സമയമായിരുന്നു. ജിം അന്ന് നേരത്തെ അടച്ചു കേട്ടോ, അന്ന് പെരുന്നാൾ ദിവസം ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഏറ്റുമാനൊരു ഹാങ് ഔട്ടിൽ പോയി. ചിറ്റോപ്പൻ അവിടെ ഏണ്ടൊക്കെ തപ്പുക. ഇവർ വണ്ടിയിലൊരു കച്ചവടമായിട്ട് വന്ന കേട്ടോ, ഇടുക്കിയിലുള്ളൊരു ഫാമിലിയാണ്. ഈ ഫാൻസി ഐറ്റംസും പാവയും സ്പ്രേ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കേട്ടോ. ആ ചേട്ടനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ആ ചേട്ടൻ്റെ വൈഫ് ഒരു ക്യാൻസർ പേഷ്യൻറ്റുമാണ്. അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ടാണ് കോട്ടയത്ത് വന്ന് താമസിക്കുന്നത്. ഇതൊരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളപ്പം എന്നാ കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. പിന്നെ ഷവർമയും മൊജിറ്റോയും പറഞ്ഞ സാധനമൊക്കെ കിട്ടാൻ കുറേ സമയം എടുത്തു. അതുവരെ പോസ്റ്റായിപ്പോയി അവിടെ. സാധാരണ ദിവസം ഇവിടെ നല്ല തിരക്കുള്ളതാണ്. ഇന്നെന്തോ വലിയ ആളില്ലായിരുന്നു, എന്നിട്ടും ഇത്രയും താമസമായിപ്പോയി. പിന്നെ അമ്മാർ മൊജിറ്റോ മേടിക്കാനായിട്ട് പോയി നിന്ന് അവസാനം മൊജിറ്റോ ആയിട്ട് വന്ന്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാൽ ഷവർമ കിട്ടി. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളിവിടെ ഹാങ് ഔട്ടിൽ വരുവാണെങ്കിൽ ഇവിടെ നീ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയായിരുന്നു.